അങ്ങനെ മെഷീൻ ഓണായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മെഷീൻ ഓണായിരിക്കുകയാണ്. അടുത്തതായി നമ്മുടെ വാർപ്പിന്റെ മെയിൻ സാധനം വരുന്നുണ്ട്. അല്ല മോനെ, ഇതാണോ നിന്റെ പണിയിട? ബാക്കിയുള്ളവർ ആടുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ നീ ഇടി ഇതാ പണിയല്ല. വീട്ടിലേക്ക് പൈപ്പ് ഇട്ടിട്ടാണ് ഉള്ളത്. ഇനി അത് ഞാനിപ്പോ രാവിലെ പോയി 2 പൈപ്പെല്ലാം ഒപ്പിച്ച് സുഹൃത്തുക്കളെ. ഇന്ന് അങ്ങനെ നമ്മുടെ എന്നാ സംഭവം അൻവി പറ എന്നാ ഇന്ന് തീറ്റ മത്സരാ? ഇതാ അവർക്ക് പിന്നെ പണിയെടുക്കാൻ വന്നവർക്ക് ചായ കൊടുക്കാൻ വെച്ചെടുക്കുന്നതാ. ഇവൻ പകുതി പ്ലേറ്റ് തീർത്തെന്ന് തോന്നുന്നു. ഇതന്നെ ഇവന്റെ പരിപാടി. കുറച്ചു നേരമായിട്ട് നമ്മളെ അതിനല്ലേ ഞാനും പറഞ്ഞത്. അപ്പൊ നമ്മളെ വീടിന്റെ മേലെ എടുക്കുന്നതിന്റെ മെയിൻ വാർപ്പ് ഇന്ന് നടന്നുകൊടുക്കാനാണ്. അപ്പൊ ഇതിന്റെ പണിയുടെ നടന്നുകൊടുക്കലാണ്. അവരിലായിരുന്നു പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്, ഞാനിരുന്ന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇവരിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പണീന്റെ കുറച്ച് പരിപാടികളെല്ലാം കാണാം. എന്താ മോനെ, അൻവിക്ക് കാലിന് മാരകമായ ഇത് പറ്റിയതുകൊണ്ട് അൻവിക്ക് ഭയങ്കര പ്രശ്നം കേട്ടാ. അന്നെങ്ങാനും ഒന്ന് ഒരിക്കൽ എന്തോ വഴുതി വീണേന് അന്ന് തൊട്ടിട്ട് തുടങ്ങിയതായത് ഈ കാലം കൊണ്ട്. ക്യാമറ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറയുമ്പോൾ ഇവന്റെ നടത്തം കാണണം. ഇങ്ങനെ ആയിക്കൊണ്ട് അത് കഴിഞ്ഞ 2-3 ഷോർട്സിൽ ഇങ്ങനത്തെ നോക്കിയാൽ കാണാൻ പറ്റും കേട്ടോ. സൂക്ഷിച്ച് നോക്കിയാലേ കാണാൻ പറ്റും. അപ്പൊ നമുക്കെന്നാ പിന്നെ നമ്മുടെ വാർപ്പിലേക്ക് വാർപ്പ് നമ്മളെല്ലാം കണ്ടിട്ട് അമ്മക്ക് ഇട്ട് കൊടുത്തു, എല്ലാവർക്കും തൊട്ട് കൊടുത്തു. ഇവളോട് തൊടാൻ പറഞ്ഞു, ഇവള് വിട്ടിട്ടില്ല. ഞാൻ തൊട്ടിട്ട് പറഞ്ഞു. എന്നിട്ട് ഓൻ തന്നെ ഓന് തൊട്ടിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാൻ മുടി കാണിച്ചു. കണ്ടി ഭയങ്കരല്ലേ, ഭയങ്കര നാളെ പണിയെടുക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ പാലായത്. ഇന്ന് മെയിൻ വാർപ്പിന് വേണ്ടിട്ട് വേറെ തന്നെ നല്ല കിടിലം പാലെല്ലാക്കിയിട്ടുണ്ട്. നമ്മുടെ കോൺക്രീറ്റിനുള്ള വണ്ടി വന്നിട്ടുണ്ട്. റോഡ് ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ഇനി വണ്ടി എടുത്തിട്ട് പുറത്ത് പോകാൻ നടക്കൂല. അങ്ങനെ മെഷീൻ ഓണായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മെഷീൻ ഓണായിരിക്കുകയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർ കളിക്കിയ സ്ക്വാഷാണ് കേട്ടോ. മുകളിൽ കൊണ്ട കൊടുത്തിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണോ കൊടുക്കുന്നത്? പിന്നെ വെള്ളത്തിന്റെ പ്രശ്നം കുറച്ച് കഷ്ടമാണ് കേട്ടോ. ഇവിടുത്തെ ഇവിടത്തേക്ക് വെള്ളം അടിക്കണ്ടെങ്കിൽ ഇവിടുന്ന് ഞാനിപ്പോൾ അപ്പുറത്തെ വീട്ടിലേക്ക് പൈപ്പ് ഇട്ടിട്ടാണ് ഉള്ളത്. ഇനി അത് ഞാനിപ്പോൾ രാവിലെ പോയി 2 പൈപ്പെല്ലാം ഒപ്പിച്ച് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇട്ട് ഇതെല്ലാം വിട്ടുപോയി ഞാൻ. കാരണം ഫുൾ ടൈം ആശുപത്രി ഓട്ടം കാര്യങ്ങളിലായിട്ട് കഴിയുന്നില്ല തീരെ, അങ്ങനത്തെ അവസ്ഥയിലായി. അപ്പോൾ ഇനി അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് മോട്ടർ ഇടണം, ഓരോ ടാങ്ക് നിറച്ച് വെക്കണം. അതിൻ്റെ ആദ്യം ഇങ്ങോട്ടേക്ക് വരണം. ജില്ലി വന്നതുണ്ട്. ജില്ലി ഇടാൻ വേണ്ടിയിട്ട് ഷീറ്റ് ഉണ്ടായിരുന്നു. അമ്മ വൃത്തിയായിട്ട് മടക്കിയിട്ട് ഇപ്പുറത്തെ വീട്ടിലാണ് കൊണ്ടുവച്ച്. അപ്പം അതിന് ഓടണം. അയ്യോ, ആടെ ആ മെഷീൻ എടുത്ത് റോഡിൽ കൊണ്ടുവച്ചുകൊണ്ട് ബൈക്ക് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് വരാനും പറ്റാത്ത അവസ്ഥയായിപ്പോയി. ഇല്ലെങ്കിൽ ഇടക്കിടക്ക് അതും എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പം അതും എടുക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ വന്ന്
ഉള്ള വേദനയെല്ലാം കൂടുതലാണ്. ഇപ്പം ഞാനിത് കഴിയുമ്പോൾ കട്ടിലാവും. ഇവിടെ ഓട് കുഴപ്പമില്ല. അമ്മി വെള്ളം കൊടുത്തിട്ട് വന്നു. അല്ല മോനെ, ഇതാണോ നിന്റെ പണിയിടുക? ബാക്കിയുള്ളവർ ആടുന്ന് കഷ്ടപ്പെട്ട് പണിയെടുക്കുമ്പോ നീ ഈടി ഇതാ പണിയല്ലേ? പിന്നെയുള്ള മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ അച്ഛൻ്റെ തീരെ ശരിയായിട്ടില്ല. 4-5 ദിവസം അഡ്മിറ്റ് ആയിട്ട് വന്നേ. എന്നിട്ട് ഇപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ആദ്യം പഴയതിൻ്റെ ഇരട്ടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പം വേറെ എവിടെയും കൊണ്ടായിട്ട് കാണിക്കണം. അതിന് ഇന്ന് തന്നെ പോകണം. ഇല്ലെങ്കിൽ ഈ മോട്ടോർ ഓണാക്കാനെങ്കിലും അച്ഛൻ അങ്ങോട്ടൊക്കെ പോയിട്ട് അതെങ്കിലും ചെയ്യാൻ. ഇതിപ്പോൾ അതും ഇല്ലാണ്ടായി. അച്ഛനിപ്പോൾ നല്ല ക്ഷീണമായിട്ട് കിടന്നിട്ടാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഇന്ന് ഇതൊന്നും ഇതിൻ്റെ തിരക്കൊന്ന് കഴിഞ്ഞ പാടൊന്നും കൂട്ടിയിട്ട് തന്നെ ആശുപത്രിയിലേക്ക് ഒന്നും കൂടി ഓടാനുണ്ട്. അതാണ് ഇപ്പോഴത്തെ മെയിൻ പ്രശ്നം. അസുഖം വിട്ടുമാറുന്നില്ല. എവിടുന്നാ വരുന്നത്? ഹോട്ടലിലാ? എന്നാ മോനെ ക്ഷീണം പിടിച്ചാ? ഓയ് ഓയ് പണിയെടുക്കുന്ന കണ്ടിട്ടുണ്ട്. അടുത്തതായി നമ്മുടെ വാർപ്പിന്റെ മെയിൻ സാധനം വരുന്നുണ്ട്. ബിരിയാണി. ആണോ ഇത്? ആ, നമ്മുടെ ബിരിയാണി എത്തിയിട്ടുണ്ട്. നമ്മുടെ മെയിൻ സാധനം ബിരിയാണി. വാർപ്പിന്റെ മെയിൻ സാധനം. അച്ചാറും ആരെങ്കിലും കൊണ്ട് ബിരിയാണി. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ വണ്ടിക്ക് പൊടിയാവും എന്ന് വിചാരിച്ചിട്ട് വണ്ടി സേഫായിട്ട് വെഹിക്കിൾ കൊണ്ടാക്കുന്ന കേസു. ബുള്ളറ്റ് ഞാനൊന്തി കൊണ്ടുവച്ചാണേ. വാർപ്പിൻ്റെ പരിപാടി ഏകദേശം ഇവിടെ കഴിയാനായി. എന്നാ നോക്കി നിൽക്കുന്നേ എച്ചുട്ടി, പണിയെല്ലാം കഴിയാനായാ? നോക്കിയിട്ട് എന്താ അഭിപ്രായോ? ഉറക്കം വരുന്നെല്ലാം കൂടി. ഉറക്കം വരുത്തേക്ക് നമ്മളെ ജപ്പെല്ലാം അയച്ചെടുക്കണം. അങ്ങനെ പരിപാടിയെല്ലാം കഴിഞ്ഞു. വാർപ്പ് കഴിഞ്ഞു. എല്ലാവരും പോയി. അങ്ങനെ ഭക്ഷണമെല്ലാം കഴിച്ച് അവരെല്ലാവരും ഇപ്പം പോയിട്ടേ ഉള്ളൂ. അപ്പം പരിപാടിയെല്ലാം കഴിഞ്ഞ് ശുഭകരം. നമുക്കിനി അടുത്ത വാർപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അടുത്ത വേറെ ഒരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.